അയാൾ ക്രിക്കറ്റിൻ്റെ ദൈവമൊന്നുമായിരുന്നില്ല, പക്ഷേ അയാൾ ക്രിക്കറ്റിൻ്റെ രാജാവായിരുന്നു. എന്നാൽ ആ രാജകീയതയുടെ പരിപൂർണതയ്ക്ക് ആ 18-ാം നമ്പറുകാരന് കാത്തിരിക്കേണ്ടി വന്നത് 18 വർഷങ്ങളാണ്. ആ ക്യാമറ കണ്ണുകളെല്ലാം ഉറ്റുനോക്കിയത്, ക്രിക്കറ്റ് ലോകം മുഴുവൻ ഉറ്റുനോക്കിയത് ആ 18-ാം നമ്പറുകാരനിലേക്കായിരുന്നു. അത് മറ്റൊന്നുമല്ല, അത്രമേൽ അയാൾ ആഗ്രഹിച്ചിരുന്നു ആ സ്വപ്ന കിരീടം. നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ പോലും ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടില്ല. ഹായ്, നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 2025 IPL കിരീടം RCB നേടിയിരിക്കുന്നു. എസ് സാല കപ്പ് നുംദെ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് 18 വർഷങ്ങളായി. പ്രേമികൾ ഒന്നടങ്കം ആഗ്രഹിച്ച ഒരു കാര്യവുമാണത്. എന്നാൽ ആഗ്രഹിച്ചത് കൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ അല്ല RCB ഇത്തവണ കിരീടം നേടിയത്. തീർച്ചയായിട്ടും ആ ഒരു ടീമിൻ്റെ കഠിനാധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്. ലുസൈലിൽ ലയണൽ മെസ്സി ആ സ്വപ്ന കിരീടം ഉയർത്തിയപ്പോൾ ഫുട്ബോൾ ലോകത്തിനുണ്ടായ ആനന്ദം, വാങ്ഡയിൽ ക്രിക്കറ്റിൻ്റെ ദൈവമായ സച്ചിൻ ആ സ്വപ്ന കിരീടം ഉയർത്തിയപ്പോൾ ക്രിക്കറ്റ് ലോകത്തിനുണ്ടായ ആനന്ദം, അതുപോലൊരു ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു ഇന്ന് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ RCB കിരീടമുയർത്തുമ്പോൾ നമ്മൾ കണ്ടത്. കാരണം അത്രമേൽ സ്നേഹിച്ചിരുന്നു ആ 18-ാം നമ്പറുകാരൻ ആ IPL കിരീടം. വിരാട് കോഹ്ലി എന്ന ആ മഹാപ്രതിഭ വിലപ്പെട്ട കിരീടങ്ങൾ നേടിയ കളിക്കാരനാണ്. 2008 അണ്ടർ 19 വേൾഡ് കപ്പ് നേടിക്കൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് 2013, 2025 ചാമ്പ്യൻസ് ട്രോഫി നേടിയ താരം. 2011 രാജ്യത്തിന് വേണ്ടി വേൾഡ് കപ്പ്. 2024 വീണ്ടും രാജ്യത്തിന് വേണ്ടി 2020 വേൾഡ് കപ്പ്. അങ്ങനെ ഒട്ടനവധി കിരീടങ്ങൾ നേടിയ ആ താരത്തിന് പക്ഷേ IPL കിരീടം മാത്രം അന്യമായി നിന്നു. ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. IPLൽ പലതവണ ഫൈനലിലെത്തിയതാണ്, കിരീടത്തോടടുത്തതാണ്. പക്ഷേ പല കളിക്കാർക്കും ഉണ്ടാകുന്ന ഭാഗ്യമെന്ന ആനുകൂല്യം അത് ഒരിക്കൽ പോലും വിരാട് കോഹ്ലിക്ക് ലഭിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2009, 2011, 2025 4 തവണയാണ് RCB ഫൈനലിലെത്തിയത്. അതിൽ 2025 ആ സ്വപ്നത്തിലേക്ക് നടന്നു കയറിയത്. IPL തുടങ്ങിയിട്ട് 18 വർഷമായെന്ന് പറയുമ്പോൾ അതിൽ 9 തവണയും പ്ലേ ഓഫ് കളിച്ച ടീമാണ്. പക്ഷേ നിർഭാഗ്യം ആ ടീമിനൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ സകല നിർഭാഗ്യങ്ങളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് യുവനായകൻ പണ്ഡിതറിൻ്റെ കീഴിൽ ടീം ഒന്നടങ്കം പ്രയത്നിച്ചപ്പോൾ അസാധ്യമെന്ന് തോന്നിച്ച ആ സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കി തീർത്തിരിക്കുകയാണ് RCB. എല്ലാ ക്രിക്കറ്റ് പ്രേമികളും അക്കമഴിഞ്ഞ് ആഗ്രഹിച്ചിരുന്നു ഒരിക്കലെങ്കിലും വിരാട് കോഹ്ലി അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് IPL കിരീടം ചൂടണമെന്ന്. അദ്ദേഹത്തിൻ്റെ വിമർശകർ പോലും ആഗ്രഹിച്ച കാര്യമാണത്. അയാൾ ക്രിക്കറ്റിൻ്റെ ദൈവമൊന്നുമായിരുന്നില്ല, പക്ഷേ അയാൾ ക്രിക്കറ്റിൻ്റെ രാജാവായിരുന്നു. എന്നാൽ ആ രാജകീയതയുടെ പരിപൂർണതയ്ക്ക് ആ 18-ാം നമ്പറുകാരന് കാത്തിരിക്കേണ്ടി വന്നത് 18 വർഷങ്ങളാണ്. ഒരുപക്ഷെ അർജന്റീനയുടെ ലയണൽ മെസ്സിക്ക് കിരീടം നേടിക്കൊടുക്കൽ ഞങ്ങളുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ടീം ഒന്നടങ്കം ഒറ്റക്കെട്ടായി പരിശ്രമിച്ച ആ ഒരു പരിശ്രമം ഓർത്തുപോവുകയാണ്. RCB ഇന്ന് ചാമ്പ്യന്മാരായപ്പോൾ ആ ഒരു മുഹൂർത്തങ്ങളാണ് മനസ്സിലേക്ക് ഓടിയെത്തിയത്. അതെ, അത്രമേൽ ആഗ്രഹിച്ചിരുന്നു ആ 18-ാം നമ്പറുകാരൻ IPL എന്ന കിരീടം. ഒരിക്കൽ പോലും RCBയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. RCB വിട്ടു പോകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഈ RCBയിൽ നിന്നുകൊണ്ട് തന്നെ കിരീടം നേടിക്കൊടുക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹവുമായി അദ്ദേഹം ഗ്രൗണ്ടിലിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹകളിക്കാർ ഒറ്റക്കെട്ടായി കൂട്ടുനിന്നപ്പോൾ കഴിയില്ലെന്ന് കരുതിയ ആ കിരീടം നമുക്കറിയാം ഇടയ്ക്ക് വെച്ച് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കാരണം നിർത്തിവെക്കേണ്ടി വന്നു. IPL നല്ലൊരു തുടക്കമായിരുന്നു ഈ സീസണിൽ RCBക്ക്. ഇത്തവണ എന്തുകൊണ്ടും കപ്പടിക്കാനുള്ള പ്രകടനം കൊണ്ട് തുടങ്ങിയ RCBക്ക് ആ കിരീട നേട്ടം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തടഞ്ഞു വെക്കുമോ, IPL നഷ്ടപ്പെടുമോ,
RCBക്ക് കിരീടം നഷ്ടമാകുമോ എന്ന് ദുഃഖിച്ച ചില നിമിഷങ്ങൾ കടന്നുപോയി. RCB ആരാധകർ നിരാശരായ ചില ദിനങ്ങൾ കടന്നുപോയി. പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് RCB പ്രയാണം തുടർന്നു. കരുതിയതുപോലെ തന്നെ 1ഉം 2ഉം സ്ഥാനക്കാർ തന്നെയാണ് ഫൈനലിലും ഏറ്റുമുട്ടിയത്. ആദ്യ ഏറ്റുമുട്ടലിൽ പഞ്ചാബിനെ വളരെ അനായാസം പരാജയപ്പെടുത്തിയപ്പോൾ ഫൈനൽ അങ്ങനെ ആയിരുന്നില്ല. ടോസ് വളരെ നിർണായകമായിരുന്നു ഇന്ന്. ആ ടോസ് ലഭിച്ചത് പഞ്ചാബിനായിരുന്നു. ശ്രേയസ് അയ്യർ മറ്റൊന്നും ചിന്തിച്ചില്ല, RCBയെ ബാറ്റിങ്ങിന് അയച്ചു. തീർച്ചയായിട്ടും ശരിയായിരുന്ന തീരുമാനം. ആദ്യം ബാറ്റ് ചെയ്യൽ ദുഷ്കരമായിരുന്നു. അവിടെയാണ് വിരാട് കോഹ്ലി എന്ന ആ ക്രിക്കറ്ററുടെ റോൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പഞ്ചാബ് ആഗ്രഹിച്ചത് പെട്ടെന്നെറിഞ്ഞിട്ട് ചെറിയ ടോട്ടലിൽ ഒതുക്കി പതിയെ വിജയത്തിലേക്ക് അടുക്കാം എന്നായിരുന്നു പഞ്ചാബിൻ്റെ ഉദ്ദേശം. പക്ഷേ അതിനെ ചെറുത്തുനിന്നത് അതും ആ 18ാം നമ്പറുകാരൻ തന്നെയായിരുന്നു. കാഴ്ചയിൽ 35 പന്തിൽ 43 റൺസാണ് അദ്ദേഹം നേടിയെന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷേ ആ 43 റൺസിനും ആ 35 പന്തുകൾക്കും അവിടെ വളരെ പ്രസക്തിയുണ്ടായിരുന്നു. ഒരു പാർട്ട്ണർഷിപ്പ് അവിടെ അനിവാര്യമായിരുന്നു. വന്നവരെല്ലാം അദ്ദേഹത്തിന് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ടു തന്നെ കുറഞ്ഞ ബോളുകളിൽ കൂടുതൽ റൺസ് എടുത്തപ്പോൾ നല്ലൊരു ടോട്ടലിലേക്ക് മുന്നേറാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഇന്ന് ആ ഫൈനലിൽ നങ്കൂരമിട്ട് കളിച്ച വിരാട് കോഹ്ലിയുടെ പ്രകടനം തന്നെയാണ്. ആ ഒരു നങ്കൂരമിട്ട് കളിക്കാൻ ഒരാളില്ലാതെ പോയി പഞ്ചാബിന്. അതുതന്നെയായിരുന്നു ഇന്ന് പഞ്ചാബിൻ്റെ പരാജയം. എന്നാൽ ഒരു ഏകപക്ഷീയ ഫൈനൽ ആയിരുന്നില്ല ഇന്ന്. ശക്തമായ പോരാട്ടം തന്നെയായിരുന്നു. ഒരു ഘട്ടത്തിൽ പഞ്ചാബ് വിജയത്തിലേക്ക് പോകുമെന്ന് തോന്നിച്ച നിമിഷങ്ങൾ അവിടെയാണ് ഭുവനേഷ് കുമാറിൻ്റെ ഓവർ. തീർച്ചയായിട്ടും പഞ്ചാബിൽ നിന്ന് പിടിച്ചു വാങ്ങിയത് ആ ഒരു ഓവറായിരുന്നു. തുടരെ 2 വിക്കറ്റുകൾ. സ്റ്റോണിസിനെയും വധേരയെയും ഒരോവറിൽ മടക്കിക്കൊണ്ട് അനുകൂലമാക്കിയ RCBക്ക്. എന്നാൽ RCBക്ക് അനുകൂലമാക്കിയ ഒരു ഓവർ ഭുവനേഷ് കുമാറിൻ്റെതാണ് എന്ന് പറയുമ്പോഴും ഇന്നത്തെ ബൗളിങ്ങിലെ യഥാർത്ഥ താരം കൃണാൽ പാണ്ഡ്യയാണ്. 4 ഓവർ ബൗൾ ചെയ്ത് അദ്ദേഹം വിട്ടുകൊടുത്തത് 17 റൺസ് മാത്രം. നേടിയെടുത്തത് നിർണായക 2 വിക്കറ്റുകൾ. അതിൽ മുംബൈക്കെതിരെ അത്യുജ്വല പ്രകടനം കാഴ്ചവെച്ച ഇംഗ്ലീഷിൻ്റെ വിക്കറ്റും നേടിയത് കൃണാൽ പാണ്ഡ്യയാണ്. ഇവിടെയാണ് ടീം വർക്ക് എന്ന് പറയുന്നത്. ഓരോ മത്സരങ്ങളിലും ഓരോ താരങ്ങൾ. അങ്ങനെ തന്നെയാണ് RCB ഫൈനൽ വരെ എത്തിയത്. ഈ ഫൈനലിൽ കപ്പടിച്ചതും. എടുത്തു പറയേണ്ട ഒട്ടനവധി പ്രകടനങ്ങളുണ്ട്. കേട്ടാലും മതിവരാത്ത ആ നേട്ടങ്ങൾ. വിരാട് കോഹ്ലിയുടെ ആ ഇന്നിങ്സിന് എടുത്തു പറയുമ്പോൾ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റിനോടുള്ള ആത്മാർത്ഥത, അതിനോടുള്ള സമർപ്പണം, അതെടുത്തു പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല. ബൗണ്ടറി ലൈനിൽ നിന്ന് ഓടിയെത്തി അതിവേഗതയിൽ ആ പന്ത് കൈകളിലേക്ക് ആവാഹിച്ച് എത്രയെത്ര ബാറ്റർമാരെയാണ് റണ്ണൌട്ടാക്കിയിട്ടുള്ളത്. എത്രയെത്ര മത്സരങ്ങളാണ് ആ റണ്ണൌട്ടുകളിലൂടെ അനുകൂലമാക്കി മാറ്റിയത്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം കഴിവാണ്. എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ABD പറഞ്ഞത് RCB ഫൈനലെത്തിയാൽ കാണികളിൽ ഒരാളായി ഞാനും അവിടെ ഉണ്ടാകുമെന്ന്. അദ്ദേഹം പറയുക മാത്രമല്ല ചെയ്തത്, അത് പ്രാവർത്തികമാക്കി. മറ്റു ആരാധകരെ പോലെ തന്നെ 18 വർഷമായി കാത്തിരിക്കുന്ന ഒരു നിഷ്കളങ്കനായ ഒരു ആരാധകനെ പോലെ അദ്ദേഹവും RCBയുടെ വിജയത്തിലേക്കുള്ള ആ വഴിയിൽ ഗാലറിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ സന്തോഷം പങ്കുവെക്കുമ്പോൾ കോഹ്ലിക്ക് നേരെ പലതവണ കൈകൾ ഉയർത്തി കാണിച്ചിരുന്നു. സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു അതെല്ലാം. അങ്ങനെ ഒട്ടനവധി സുന്ദര നിമിഷങ്ങൾക്ക് ഇന്ന് നരേന്ദ്രമോദി സ്റ്റേഡിയം സാക്ഷിയായി. ഒരൊറ്റ കാര്യം പറഞ്ഞു നിർത്താം. ശ്രേയസ് അയ്യരുടെ ആ പ്രകടനം, ക്യാപ്റ്റൻസി ഒന്നും നമ്മൾ മറക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഫൈനലിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ മത്സരത്തിലും RCBക്കെതിരെ അദ്ദേഹം പരാജയം തന്നെയായിരുന്നു. പക്ഷേ മുംബൈക്കെതിരെ അത്യുജ്വല പ്രകടനത്തിലൂടെ തന്നെയാണ് ഫൈനലിലേക്ക് ടീമിനെ നയിച്ചത്. പല സമയത്തും അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളെ കാണേണ്ടവർ കാണാറില്ല. അതുകൂടി അവസരത്തിൽ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. കഴിവുണ്ടായിട്ടും അർഹതപ്പെട്ട അംഗീകാരം പലപ്പോഴും ലഭിക്കാതെ പോകുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് ശ്രേയസ് അയ്യർ. അത് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനത്തിനും അദ്ദേഹത്തിൻ്റെ ആ ക്യാപ്റ്റൻസിയും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് മറക്കുന്നില്ല. മറ്റൊരു കാര്യം, 18 സീസൺ കഴിയുമ്പോൾ 17 തവണയും കിരീടം നേടിയ ടീമുകളുണ്ട്. 2ഉം 3ഉം തവണ കിരീടം നേടിയ ടീമുകളുണ്ട്. പക്ഷേ ഞാനൊന്ന് ഉറപ്പിച്ചു പറയാം, ആ കിരീടങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു മധുരം, ആ കിരീടങ്ങൾക്കൊന്നുമില്ലാത്തൊരു ആഘോഷം, ആ കിരീടങ്ങൾക്കൊന്നുമില്ലാത്തൊരു സന്തോഷം
ഈ RCBയുടെ കിരീട നേട്ടത്തിനുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, എല്ലാ ക്രിക്കറ്റിന് വേണ്ടി സമർപ്പിക്കുന്ന ആത്മാർത്ഥതയുടെ വിശ്വരൂപമായ വിരാട് കോഹ്ലി എന്ന ആ 18-ാം നമ്പറുകാരൻ തന്നെയാണ്. ഇത് വെറുതെ പറഞ്ഞതല്ല. ആ കിരീടം നേടിയപ്പോൾ സകല ക്യാമറ കണ്ണുകളും പോയത് ക്യാപ്റ്റൻ പടിതറിലേക്കല്ല, അതല്ലെങ്കിൽ മറ്റു കളിക്കാരിലേക്കല്ല. ആ ക്യാമറ കണ്ണുകളെല്ലാം ഉറ്റുനോക്കിയത്, ക്രിക്കറ്റ് ലോകം മുഴുവൻ ഉറ്റുനോക്കിയത് ആ 18-ാം നമ്പറുകാരനിലേക്കായിരുന്നു. അത് മറ്റൊന്നുമല്ല, അത്രമേൽ അയാൾ ആഗ്രഹിച്ചിരുന്നു ആ സ്വപ്ന കിരീടം. നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ പോലും ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടില്ല. അദ്ദേഹം നേടിയതെല്ലാം അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ട് തന്നെയായിരുന്നു. അത് വിമർശകർ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. മിസ്റ്റർ വിരാട് കോഹ്ലി, താങ്കളുടെ RCBയുടെ ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. നിസ്സംശയം നമുക്ക് പറയാം, ഇത് ക്രിക്കറ്റിൻ്റെ വിജയമാണ്. അതെ, കാലത്തിൻ്റെ കാവ്യനിധി. അപ്പോൾ ഒരിക്കൽ കൂടി, ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ഗുഡ് ബൈ.